സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുവർഗത്തെയോ മനുഷ്യരെയോ പടച്ചിട്ടില്ല അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്നു. സഹോദരങ്ങളെ, എന്നാൽ ഈ ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ എത്ര കണ്ട് മുഴുകുന്നുണ്ട് എന്ന് നമ്മൾ സ്വന്തത്തോട് ഓരോ ആളുകളും ചോദിക്കണം. ഒരു പുനർവിചിന്തനം നടത്തണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുകയും വേണം. കാരണം അല്ലാഹു പറഞ്ഞില്ലേ, ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ തുലാസാണോ നാളെ ഖിയാമത്ത് നാളിൽ കനം തൂങ്ങുന്നത് അവരാണ് യഥാർത്ഥ വിജയി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. പിന്നീട് തൊട്ടുടനെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ ഖഫ്ഫത് മവാസീനു. ആരുടെ തുലാസാണോ നാളെ കനം കുറയുന്നത്, അഥവാ അമലുകളില്ലാതെ കനം കുറയുന്നത്, ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും. അവരാണ് യഥാർത്ഥ നഷ്ടക്കാർ, അവരാണ് യഥാർത്ഥ പരാജിതർ എന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്നു. ഫീ ജഹന്നമ ഖാലിദൂൻ. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവർ നരകത്തിൽ കാലാകാലം കിടന്നിരിയുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. അതിനാൽ ഈ വിഷയം, അഥവാ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം എന്ത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം സൃഷ്ടികളുടെ അടുക്കൽ നിന്ന് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിരിക്കും. അഥവാ സൃഷ്ടികളുടെ അടുക്കൽ നമുക്ക് സ്ഥാനമുണ്ടാവുക ഒരുപക്ഷെ നമ്മുടെ പുറമോടി കണ്ടുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ തറവാട്ട് മഹിമ, അതുമല്ലെങ്കിൽ സമ്പത്തായിരിക്കാം, അതുമല്ലെങ്കിൽ ഭംഗിയായിരിക്കാം. ഇതൊക്കെയാണ് സൃഷ്ടികളുടെ അടുക്കൽ നമുക്ക് സ്ഥാനമുണ്ടാക്കി തരുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും സൃഷ്ടികളുടെ അടുക്കൽ നമുക്ക് സ്ഥാനമുണ്ടാക്കി തരിക. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനം നേടിത്തരുന്ന കാര്യം ഇതൊന്നുമല്ല, ഈ കാര്യങ്ങളൊന്നുമല്ല. മറിച്ച് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നില്ലേ, ഇന്ന ഫിൽ ജസദി മുളഗ. ഇതാ നമ്മുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട് എന്ന് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തെ പറ്റി. ആ ഹൃദയം ഏത് പ്രകാരമാണോ ഉണ്ടായിരിക്കുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നഹു ലയഅതി റജുലു തമീനുൽ അദീം യൗമൽ ഖിയാമ. ഇതാ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കൂട്ടം ആളുകളെ കൊണ്ടുവരും. എന്താണ് അവരുടെ വിശേഷണം? വളരെ തടിച്ച, വളരെ വലിയ മനുഷ്യന്മാരെ നാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നാൽ ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഉള. അവരുടെ കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീസാനിൽ, തുലാസിൽ ഒരു ഈച്ചയുടെ ചിറകിനോളം പോലും ഭാരം ഉണ്ടാവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ഈച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഘനമില്ലാത്ത കാര്യമാണ്, ഘനമില്ലാത്ത ഒരു ജന്തുവാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ചിറകിനോളം ഭാരം ഉണ്ടാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നത്. സഹോദരങ്ങളെ, പറഞ്ഞതുപോലെ പുറമോടിയിലല്ല കാര്യം. നമ്മൾ പുറമോടി എത്ര കൂട്ടിയത് കൊണ്ടും കാര്യമില്ല. മറിച്ച് ഹൃദയത്തിൽ എന്താണോ അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം, ഏത് രൂപത്തിലാണ് അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം എന്നതനുസരിച്ച് മാത്രമാണ് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു, സാഹിർ എന്ന് പറയുന്ന സഹാബി. സാഹിർ എന്നാണ് ആ സഹാബിയുടെ പേര്. അദ്ദേഹം അഹ്ലുൽ ബാദിയ, അഥവാ ഗ്രാമീണനായ ഒരു സഹാബിയാണ്. എന്താണ് സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹത്തെ പ്രത്യേകിച്ച് ആളുകളൊന്നും പരിഗണിക്കാറില്ല, ആളുകളുടെ അടുക്കലൊന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ സ്നേഹമായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെ സാഹിർ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ഇഷ്ടമായിരുന്നു. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. എന്താണത്? സാഹിറുൻ ബാദിയതുനാ വനഹ്നു ഹാളിറു. സാഹിർ റളിയല്ലാഹു അൻ അദ്ദേഹം ഗ്രാമീണനാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയാൽ അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യും? സിയാറത്ത് ചെയ്യും, സന്ദർശിക്കും. വനഹ്നു ഹാളിറുഹു, അദ്ദേഹം മദീനയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം നമ്മളെയും സിയാറത്ത് ചെയ്യാറുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ മുഖം പറഞ്ഞതുപോലെ അത്ര ഭംഗിയുള്ളതല്ല. ആളുകൾ പരിഗണിക്കാത്ത ഒരു സഹാബി, ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സഹാബി. അങ്ങനെ സഹോദരങ്ങളെ, അദ്ദേഹം മദീനയിലേക്ക് ഇടയ്ക്കിടെ വരാറുണ്ട്. എന്താണ് അദ്ദേഹം വരുന്നതിന്റെ കാരണം? അദ്ദേഹം കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് മദീനയിലേക്ക് വരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിർ റളിയല്ലാഹു അൻഹുവിനെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിർ റളിയല്ലാഹു അൻഹുവിനെ പിറകിൽ നിന്നൊന്ന് കെട്ടിപ്പിടിച്ചു. ഇതറിയാതെ സാഹിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അർസിൽനി മൻ ഹാദാ, ആരാണ് എന്നെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? എന്നെ ഒന്ന് വെറുതെ വിടൂ, എന്നെ ഒന്ന് അഴിച്ചു വിടൂ എന്ന് സാഹിർ റളിയല്ലാഹു അൻഹു ആരാണെന്നറിയാതെ പറയുകയാണ്. സഹോദരങ്ങളെ, പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ സാഹിർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. ഇതറിഞ്ഞപ്പോൾ സാഹിർ റളിയല്ലാഹു അൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാരുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആരും പരിഗണിക്കാത്ത സഹാബി. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എല്ലാവർക്കും ഈ രൂപത്തിലാണ് പരിഗണന. അവിടുത്തേക്ക് ചെറിയവനെന്നോ വലിയവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ എന്നൊന്നും ഒരു വ്യത്യാസമില്ല. അദ്ദേഹം ഇങ്ങനെ ചാർന്ന് കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ട് അവിടെയുള്ള ആളുകളോട് പറയുകയാണ്, മൈ യസ്തരി ഹാദൽ അബ്ദ്, ഈ അടിമയെ ആരാണ് വാങ്ങുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ രൂപത്തിൽ ചോദിച്ചു. കാരണം അദ്ദേഹം അടിമയല്ല, മറിച്ച് അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമ എന്ന രൂപത്തിൽ, തമാശ രൂപത്തിൽ, കച്ചവടത്തിന്റെ സന്ദർഭമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തടിച്ചുകൂടി ആളുകളോട് പറയുകയാണ്, സാഹിർ റളിയല്ലാഹുവിന് അറിയാം ആരും പരിഗണിക്കുകയില്ല, ആർക്കും എന്നെ വേണ്ടതില്ല, ആരും എന്നെ തിരിഞ്ഞു നോക്കുകയില്ല എന്ന കാര്യം സാഹിർ റളിയല്ലാഹു അൻഹുവിന് അറിയാം. അദ്ദേഹം അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, ഇദൻ തജിദുനി വല്ലാഹി, ഇദൻ വല്ലാഹി തജിദുനി കാസിദ, അങ്ങനെയെങ്കിൽ റസൂലെ ആളുകൾ എന്നെ കാണുക പാപ്പരായ അവസ്ഥയിലാണ്, പ്രത്യേകിച്ച് എന്നെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവുകയില്ല ആളുകൾക്ക് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാഹിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി? എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കൊടുത്ത മറുപടി? ലാകിൻ ഇൻദല്ലാഹി ലസ്ത ബികാസിദിൻ യാ സാഹിർ, അല്ലയോ സാഹിറേ, അള്ളാഹുവിന്റെ അടുക്കൽ നീ വിലയില്ലാത്തവനല്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഒട്ടും നീ വിലയില്ലാത്തവനല്ല. തുടർന്ന് പറയുകയാണ്, വലാകിൻ അൻത ഇൻദല്ലാഹി ഗാലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സാഹിറേ നീ വളരെ വിലപിടിപ്പുള്ളവനാണ്, നീ വളരെ വിലപിടിപ്പുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇദ്ദേഹത്തെ കാണാൻ പ്രത്യേകിച്ച് ഭംഗിയില്ല, ആളുകൾ അടുപ്പിക്കാത്ത, പുറമോടി അത്ര കണ്ട് നല്ലതല്ലാത്ത ഒരു സഹാബി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവർക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്, പുറമോടിയിൽ മാത്രമല്ല കാര്യം എന്നുള്ളത്. പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല വസ്ത്രമായിരിക്കും, അതുപോലെ തന്നെ രൂപഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രൂപത്തിലായിരിക്കും. പക്ഷേ അവരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ, അള്ളാഹു നോക്കുന്നതായ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്ലേച്ഛതയും അശ്ലീലതകളും അതുപോലെയുള്ള കാര്യങ്ങൾ നിറഞ്ഞതാണ്. എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം ഉണ്ടാവുക? എന്ത് പ്രത്യേകതയാണ് ഇവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാവുക എന്നുള്ളതാണ്. തീർന്നില്ല സഹോദരങ്ങളെ, നോക്കൂ, ഇതുപോലെ തന്നെയാണ് മറ്റൊരു സംഭവം. ആളുകളൊന്നും പരിഗണിക്കാത്ത, പ്രത്യേകിച്ച് ഭംഗിയില്ലാത്ത, ആളുകൾ സംസാരിക്കുകയും പോലും ചെയ്യാത്ത ഒരു സഹാബി ജുലൈബീബ് റളിയല്ലാഹു അൻ. ജുലൈബീബ് റളിയല്ലാഹു അൻ എന്താണ് സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ ചരിത്രം? പലരും ആദ്യമായി കേൾക്കുന്നതാകാം. പറഞ്ഞതുപോലെ ഭംഗിയില്ലാത്ത, ആളുകൾ പരിഗണിക്കാത്ത ഒരു സഹാബിയാണ് ജുലൈബീബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ذات يوم مداعبا إياه, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കുകയും കളിക്കുകയും ചെയ്യുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഈ രൂപത്തിലാണ്. ആളുകളൊന്നും പരിഗണിക്കാത്ത ആളുകളോട് കൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം. നമുക്കറിയില്ലേ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻ
അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മുടെ കാതിന് കുളിരേകുന്ന വാക്കുകളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താണത്? കറുകറുത്ത എന്നെ ഒരാൾ പോലും അടുപ്പിക്കാറില്ല, ഒരാൾ പോലും എന്നെ അടുപ്പിക്കാറില്ല. ആദ്യമായി എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്കൊരു മുത്തം നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂലിന്റെ മുഅദ്ദിനാക്കിയത് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എത്രത്തോളം എന്നോട് പറയാറുണ്ട്, യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്നാ ബിസ്സലാ, അല്ലയോ ബിലാൽ നീ ഇഖാമത്ത് കൊടുക്കുക, നമുക്ക് നിസ്കാരം കൊണ്ട് കൺകുളിർമ കണ്ടെത്താം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനോട് പറയാറുള്ളത്. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടം എടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തെ ചില ക്ലബ്ബുകളിൽ അഥവാ ആ കാലത്തുണ്ടായിരുന്ന മദ്യശാലകളിൽ ഇങ്ങനെ ആളുകൾ കൊണ്ടുവരും. എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാൻ. എന്നിട്ട് സഹോദരങ്ങളെ അദ്ദേഹത്തെ അടുത്തേക്ക് അടുപ്പിക്കുകയില്ല. ആളുകൾ ദൂരെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനോട് പറയും, നീ അവിടുന്ന് പാട്ട് പാടിക്കൊള്ളുക എന്നുള്ളത്. ആളുകൾ അടുപ്പിക്കുകയില്ല. അങ്ങനെ ഉണ്ടായിരുന്ന സഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പിടിച്ചു. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കളിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ ജുലൈബീബ് അലാ തതസവ്വജ്, അല്ലയോ ജുലൈബീബ് നീ വിവാഹം ചെയ്യുന്നില്ലേ, നീ വിവാഹം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹോദരങ്ങളെ എന്താണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി? യാ റസൂലല്ലാഹ് വമൻ യുസവ്വിജുനി, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ ആരാണ് എനിക്ക് വിവാഹം ചെയ്ത് നൽകുക? എന്റെ കയ്യിൽ സമ്പത്തില്ല, എന്റെ കയ്യിൽ അത്ര കണ്ട് വലിയ തറവാട്ട് മഹിമയുമില്ല, ആളുകളൊന്നും പരിഗണിക്കുകയുമില്ല. ആരാണ് റസൂലേ എന്റെ ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് എനിക്ക് വിവാഹം ചെയ്ത് നൽകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വാസ വാക്കുകൾ പറയുകയാണ്, അന ഉസവ്വിജുക യാ ജുലൈബീബ്, നീ വ്യസനിക്കേണ്ടതില്ല, നിനക്ക് വേണ്ടി ഞാൻ വിവാഹം അന്വേഷിക്കാം, നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് നൽകാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. നേരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയായ സഹാബിയുടെ അടുക്കൽ പോയിക്കൊണ്ട് പറഞ്ഞു, സവ്വിജ്നി ബിനതിക്, നിന്റെ മകളെ എനിക്ക് വിവാഹം ചെയ്ത് നൽകണം എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇത് കേട്ട ഉടനെ ആ സഹാബി പറയുകയാണ്, നഅം, അല്ലയോ അല്ലാഹുവിന്റെ റസൂൽ, അതെ, ഇതെത്ര മഹത്തരമായ കാര്യമാണ്, അങ്ങ് എന്റെ മകളുടെ ഭർത്താവാവുക എന്നുള്ളത് എനിക്ക് എത്ര സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് ഈ അൻസാരിയായ സഹാബി പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നി ലസ്തു ഉരീദുഹാ ലിനഫ്സി, ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല നിങ്ങളോട് ഈ ആവശ്യം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വിവാഹം ചെയ്യാനല്ല നിങ്ങളുടെ മകളെ അന്വേഷിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സഹാബി ചോദിച്ചു, ഫലിമൻ യാ റസൂലല്ലാഹ്, പിന്നെ ആർക്ക് വേണ്ടിയാണ് റസൂലേ, ആർക്ക് വേണ്ടിയാണ് അങ്ങ് അന്വേഷണം നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലി ജുലൈബീബിൻ, ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ ഈ സഹാബിയുടെ മുഖം മാറുകയാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് എന്റെ ഭാര്യയുമായി ഒന്ന് കൂടിയാലോചന നടത്തണം. കാരണം പറഞ്ഞതുപോലെ സഹോദരങ്ങളെ ഭംഗിയില്ലാത്ത സഹാബിയാണ്, ആളുകൾ പരിഗണിക്കാത്ത സഹാബിയാണ്. ഇത് കേട്ടപ്പോൾ ആ സഹാബി പറയുകയാണ്, ഉശാവിറു ഉമ്മഹ, എനിക്ക് എന്റെ ഭാര്യയുമായി ഒന്ന് ഗൂഢാലോചന നടത്തണം. അങ്ങനെ സഹോദരങ്ങളെ ഈ സഹാബി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ സഹാബി വനിതയും പറയുകയാണ്, എത്ര മഹത്തരമായ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് നമുക്ക് വലിയ ഫളലല്ലേ എന്ന് ഈ സഹാബിയോട് പറയുകയാണ്. അപ്പോൾ ഈ സഹാബി ഇദ്ദേഹത്തിന്റെ ഇവരുടെ ഭർത്താവ് പറയുകയാണ്, ഇന്നഹു ലൈസ യഖ്തുബുഹാ ലിനഫ്സിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയല്ല റസൂൽ ചോദിച്ചിരിക്കുന്നത്, ഇന്നഹു യഖ്തുബുഹാ ലി ജുലൈബീബിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയാണ് ആലോചിച്ചത് എന്ന കേട്ട പാതി ആ സഹാബി വനിത പറയുകയാണ്, ജുലൈബീബിന് വേണ്ടിയോ? ഒരിക്കലും അത് സംഭവിക്കുകയില്ല, നമ്മുടെ മകളെ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്ത് നൽകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ ഇതെല്ലാം ആ പെൺകുട്ടി കേൾക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് വന്നുകൊണ്ട് ആ പെൺകുട്ടി ആ ഉമ്മയോട് ചോദിക്കുകയാണ്, മൻ ഖതബനി ഇലൈക്കും, അല്ലയോ ഉമ്മ, ഉപ്പ, ആരാണ് എന്നെ വിവാഹാന്വേഷണം നടത്തിയിരിക്കുന്നത്, എന്താണ് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ച എന്ന നല്ലവരായ ആ സ്ത്രീ ചോദിക്കുകയാണ്. ഫഅഖ്ബറത്ഹാ ഉമ്മുഹ, നടന്ന കാര്യങ്ങൾ ആ ഉമ്മ ആ മകൾക്ക് പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാത്തൊരു വാക്കാണത്, നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട വാക്കാണ്. കാരണം നമ്മൾ പല ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമീപനം എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്താണ് സഹോദരങ്ങൾ അവർ പറഞ്ഞ വാക്ക്? അതറുദ്ദൂന അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംറ,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു കാര്യം നിങ്ങൾ തള്ളിക്കളയുകയാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ആലോചിക്കണം, അവിടുന്ന് പറഞ്ഞ ആ വാക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു വാക്കാണോ നിങ്ങൾ തള്ളിക്കളയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തീർന്നില്ല. അവിടുന്ന് പറയുകയാണ്, ഇത് ഫഊനി ഫഇന്നഹു ലം യുളയ്യിഅനി, എന്നിലേക്ക് അവരെ വിവാഹം ചെയ്ത് നൽകണം, ഒരിക്കലും ഞാൻ പായായി പോവുകയില്ല എന്ന സ്ത്രീ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് ഈമാൻ, ഇതാണ് ഈമാൻ. നമ്മൾ ചിന്തിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന, ഒരു വാക്ക്, അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമീപനം എന്താണ്? ഇത് സുന്നത്താണോ അതല്ലെങ്കിൽ റസൂൽ കൽപ്പിച്ചതാണോ എന്നൊരു ശങ്കയാണ് നമുക്ക്. എന്നാൽ നല്ലവരായ നമ്മുടെ മുൻഗാമികൾ ആ രൂപത്തിലല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണോ സമിഅനാ വഅതഅന, ഇതായിരുന്നു അവരുടെ നിലപാട്. അങ്ങനെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ സഹാബി പോവുകയാണ്. എന്നിട്ട് ഇതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായുള്ള വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീട് അതാ സഹോദരങ്ങളെ ചിന്തിക്കുക, ആ വിവാഹം ചെയ്ത രാത്രി തന്നെ യുദ്ധത്തിനുള്ള വിളിയാളം വന്നു. യുദ്ധത്തിനുള്ള വിളിയാളം വരികയാണ്. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രാത്രി, വിവാഹം ചെയ്ത ആദ്യ രാത്രി, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജുലൈബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിൽ എഴുതി വെക്കണം. എന്താണ് പറഞ്ഞത്? ആരാണ് റസൂൽ എനിക്ക് വിവാഹം ചെയ്ത് നൽകുക, ആരാണ് എന്നെ വിവാഹം കഴിക്കുക എന്നതാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. ഈ ഒരു വാക്ക് അദ്ദേഹത്തിന് യുദ്ധത്തിൽ നിന്ന് തടഞ്ഞില്ല. ഒരിക്കലും അദ്ദേഹം അവരുടെ വീട്ടിൽ തന്നെ കുത്തിയിരുന്നില്ല. അവർ ചെയ്ത കാര്യം എന്താണ്? യുദ്ധത്തിന് വേണ്ടി വിളിയാളം വന്നപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അവിടെ വന്നപ്പോൾ അദ്ദേഹം യുദ്ധത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ആളുകൾ കല്യാണം കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മുടെ ജോലിയിൽ നിന്ന് വിരമിക്കും? അത് തെറ്റായ കാര്യമല്ല, മറിച്ച് അത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ചെയ്തത് ഈ രൂപത്തിലാണ്. അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അവിടുന്ന് പറഞ്ഞില്ല, റസൂലെ ആറ്റുനോറ്റ് കിട്ടിയ ഒരു ഇണയാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് യുദ്ധത്തിന് വരുന്നില്ല, ഞാനൊന്ന് കുറച്ച് സന്തോഷിക്കട്ടെ എന്നതൊന്നും ദുനിയാവ് ഒരിക്കലും സഹാബത്തിന് തടസ്സമായിരുന്നില്ല. അങ്ങനെയായിരുന്നു അവർക്ക് ദുനിയാവ് അവരുടെ ഉള്ളം കയ്യിൽ ലഭിച്ചിരുന്നു. എന്നിട്ട് കൂടി അവർ ദുനിയാവിനെ അവരുടെ പുറങ്കാല് കൊണ്ട് ചവിട്ടുകയാണ് ചെയ്തത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഉള്ളം കയ്യിൽ ദുനിയാവ് ലഭിച്ചിട്ടില്ല, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ദുനിയാവുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിന്റെ ഒരു കൽപ്പന നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് ദുനിയാവാണ്. ഞാൻ ഈ രൂപത്തിൽ നടന്നു കഴിഞ്ഞാൽ ആളുകൾ എന്നെ പരിഹസിക്കണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അതല്ലേ? ഇതൊക്കെ വെറും ന്യായം മാത്രമാണ് സഹോദരങ്ങളെ. ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ആ ദിവസം എല്ലാ പരിഹാസങ്ങളും അവസാനിക്കും, എല്ലാ കുത്തുവാക്കുകളും അവസാനിക്കും. അള്ളാഹു പറഞ്ഞതുപോലെ 2 കൂട്ടം ആളുകൾ മാത്രമാണ് നാളെ ഖിയാമത്ത് നാളുകളിൽ ഉണ്ടാവുക. ആരാണവർ? ഒന്നെങ്കിൽ സ്വർഗത്തിന്റെ ആളുകൾ, അതല്ലെങ്കിൽ നരകത്തിന്റെ ആളുകൾ എന്നുള്ളതാണ്. അങ്ങനെ സഹോദരങ്ങളെ, ജുലൈബീബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി എടുത്തു ചാടി. അങ്ങനെ ആ യുദ്ധം അവിടുന്ന് അവസാനിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധഭൂമിയിലേക്ക് പോയിക്കൊണ്ട് സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഹൽ തഫ്ഖിദൂന മിനൽ അഹദ്, എല്ലോ സഹാബത്തെ, നമുക്ക് ആരെയെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ആരെയെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്ന് സഹാബത്തിനോട് ചോദിച്ചപ്പോൾ സഹാബത്ത് മറുപടി പറയുകയാണ്, നഅം നഫ്ഖിദു ഫുലാനൻ വ ഫുലാനൻ വ ഫുലാന, ഇന്ന വ്യക്തിത്വങ്ങൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്, ഇന്ന സഹാബിമാർ നമുക്ക് നഷ്ടമായിട്ടുണ്ട് എന്ന് പറയുകയാണ്. റസൂൽ ആവർത്തിച്ച് ചോദിച്ചു, ഹൽ തഫ്ഖിദൂന മിനൽ അഹദ്, നമുക്ക് മറ്റു ചില ആരെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറയുകയാണ്, നഅം നഫ്ഖിദു ഫുലാനൻ വ ഫുലാനൻ വ ഫുലാന, ഇന്ന ആളുകളെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. റസൂൽ വീണ്ടും ആവർത്തിക്കുകയാണ്. സഹാബത്തിന്റെ മറുപടി ഈ രൂപത്തിൽ തന്നെ. ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഈ രൂപത്തിൽ തന്നെ മറുപടി. പിന്നീട് അവസാനം റസൂൽ ചോദിച്ചു, ഇനി ആരെയെങ്കിലും നമുക്ക് നഷ്ടമായിട്ടുണ്ടോ? എന്താണ് സഹാബത്തിന്റെ മറുപടി? ഇനി ആരുമില്ല റസൂലേ, എല്ലാവരും ആയി കഴിഞ്ഞു, ഇനി ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, വലാകിന്നി നഫ്ഖിദു ജുലൈബീബ, പക്ഷെ ജുലൈബീബിനെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, സഹാബത്തിന് ഒരാൾക്ക് പോലും അദ്ദേഹത്തെ അറിയില്ല. സഹാബത്തിന് അറിയാത്ത ഒരു സഹാബി, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. അവിടുന്ന് പറയുകയാണല്ലോ, നമുക്ക് ജുലൈബീബിനെ നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ സഹോദരങ്ങളെ, ആ രൂപത്തിൽ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു നോക്കിയപ്പോൾ ഏത് രൂപത്തിലാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്? 7ഓളം മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തിന്റെ മുകളിലും അദ്ദേഹം താഴെ തട്ടിലുമായി, അല്ലെങ്കിൽ അദ്ദേഹം ആ മുശ്രിക്കീങ്ങളുടെ അടിയിലായി ഇങ്ങനെ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗം കണ്ടപ്പോൾ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഖതല സബഅതു മിനൽ മുശ്രിക്കീൻ,
അദ്ദേഹത്തെ 7 വരുന്ന മുശ്രിക്കീങ്ങൾ വധിച്ചു കളഞ്ഞു. വഖതലൂഹു, അദ്ദേഹം ആ 7 ആളുകളെയും വധിച്ചു കളഞ്ഞു. അദ്ദേഹം ധീരനായിരുന്നു. ആളുകളെ അടുക്കൽ സ്ഥാനമില്ല എങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ട്. ഏത് രൂപത്തിൽ നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയെ പറ്റി പറഞ്ഞ വാക്കെന്താണ്? ഹാദാ മിന്നി വ അന മിൻഹു, ഹാദാ മിന്നി വ അന മിൻഹു, ഹാദാ മിന്നി വ അന മിൻഹു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ആവർത്തിച്ച് പറയുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ അവനിൽപ്പെട്ടവനാണ്, അവൻ എന്നിൽപ്പെട്ടവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര വലിയ ശ്രേഷ്ഠത! റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് ചേർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയ ശ്രേഷ്ഠത മറ്റെന്താണ് സഹോദരങ്ങളെ വേണ്ടത്? തീർന്നോ? ഇല്ല. അവിടുത്തെ 2 കരങ്ങളും കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കരങ്ങളും കൊണ്ട് ആ സ്വഹാബിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തുകൊണ്ട് ഖബറിലേക്ക് വെക്കുകയാണ്. ഇത് കണ്ട സഹാബത്ത് പറയുന്നതായി കാണാം, വമാ ലഹു സരീറുൻ ഇല്ലാ സാഇദാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് മറ്റ് മരണക്കിടക്കകളൊന്നും ഉണ്ടായിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കരങ്ങളല്ലാതെ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇതിലാണ് കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മുടെ സ്ഥാനം എന്താണ് എന്നതിൽ മാത്രമാണ് കാര്യം. അതല്ലാതെ ഇന്ന സർട്ടിഫിക്കറ്റുകൾ നമുക്കുണ്ട് എന്നതിലല്ല, അതുപോലെ തന്നെ ഇന്ന കാര്യം എനിക്കുണ്ട് എന്ന് പറയുന്നതിലല്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സലഫുകളിൽ ചിലർ പറഞ്ഞില്ലേ, റുബ്ബ മജ്ഹൂലിൻ ഫിൽ അർള്, ദുനിയാവിൽ എത്രയോ അറിയപ്പെടാത്ത ആളുകളുണ്ട്, ആളുകൾ കണ്ടാൽ പരിഗണിക്കാത്ത ചില ആളുകളുണ്ട്. പക്ഷേ മഅലൂമുൻ ഫിസ് സമാ, അവർ അള്ളാഹുവിന്റെ അടുക്കൽ അറിയപ്പെട്ട ആളുകളായിരിക്കും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ഒരാളെയും ചെറുതായി കാണാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഒരാളെ പോലും നിങ്ങൾ ചെറുതായി കാണാൻ പാടില്ല എന്ന വാക്ക് നമ്മൾ കേട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ ഒരു കാര്യം ചിന്തിക്കണം. തീർന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ദിവസം അറാഖിന്റെ കൊള്ളി പറിക്കാൻ വേണ്ടി അതിന്റെ മരത്തിൽ ഇങ്ങനെ കയറിയപ്പോൾ ഒരു കാറ്റ് വീശിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കണങ്കാൽ അത് വെളിവായി. ഇത് കണ്ടപ്പോൾ സഹാബത്ത്, സാധാരണ രൂപത്തിൽ വളരെ അടുത്ത ബന്ധമുള്ള സഹാബത്താണ്, നമുക്കറിയാം, നമ്മുടെ അടുത്ത കൂട്ടുകാർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും, അതല്ല എങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചിരിക്കും. ഇതൊരിക്കലും കളിയാക്കി ചിരിച്ചതല്ല, മറിച്ച് ആ ബന്ധത്തിന്റെ പേരിൽ സഹാബത്ത് തന്റെ സഹോദരനായ ഒരു സഹാബിയെ കണ്ടപ്പോൾ ചിരിച്ചതാണ്. ഇത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുകയാണ്, മിമ്മ തദ്ഹഖൂൻ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? സഹാബത്ത് പറഞ്ഞു, യാ നബി അല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, മിൻ ദിഖ്ഖതി സഖൈഹി, അദ്ദേഹത്തിന്റെ കണങ്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെലിഞ്ഞ കണങ്കാലാണ്, ആ രൂപത്തിൽ നമ്മൾ കണ്ടതുകൊണ്ടാണ് ചിരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി എന്താണ്? വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അഥവാ അള്ളാഹു തന്നെ സത്യം. സഹോദരങ്ങളെ, ലഹുമാ അസ്കലു ഫിൽ മീസാനി മിൻ ഉഹദ്, നാളെ ഖിയാമത്ത് നാളിൽ തുലാസിൽ ഉഹദ് മലയേക്കാൾ ഈ കണങ്കാലിന് ഭാരമുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം എന്തായിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ ആളുകൾ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അതുപോലെ തന്നെ സാഹിർ, ജുലൈബീബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഈ സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എങ്ങനെയാണ് പുണ്യവാന്മാർ ഈ ഒരു മർത്തബയിലേക്ക് എത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അത് അറിയിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനം ഉണ്ടാവുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വമാ അംവാലുകും വലാ ഔലാദുകും ബില്ലതി തുഖർരിബുകും ഇൻദനാ സുൽഫാ, ഇതാ ഈ സമ്പത്തും അതുപോലെ തന്നെ സന്താനങ്ങളും ഒരിക്കലും എന്റെ അടുക്കൽ ഇത് സാമീപ്യം ഉണ്ടാക്കി തരികയില്ല. നോക്കണം, നമ്മൾ ദുനിയാവിൽ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സമ്പത്ത്, അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾ, ഇതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെ അടുപ്പിക്കുകയില്ല. ഇല്ലാ മൻ ആമന വഅമില സാലിഹാ, ആരൊഴികെ? സൽപ്രവൃത്തി ചെയ്ത ആളുകൾ ഒഴികെ. ഫഉലൈക ലഹും ജസാഉൽ ളിഅഫി ബിമാ അമിലു, അവർക്കാണ് ഇരട്ടിയായുള്ള പ്രതിഫലം. അവർ ചെയ്തത്, അള്ളാഹുവിൽ വിശ്വസിച്ചു സൽപ്രവൃത്തി ചെയ്തു, അവർക്കാണ് ഇരട്ടിയായുള്ള പ്രതിഫലമുള്ളത്. വഹും ഫിൽ ഗുർഫാതി ആമിനൂൻ, അവർ ഉന്നത സൗധങ്ങളിൽ അവർ വളരെ നിർഭയരായി കൊണ്ടായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. അഥവാ സഹോദരങ്ങളെ, തഖ്വയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനം ഉണ്ടാക്കി തരിക. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ്, മനുഷ്യരാശിയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ,
നിങ്ങളെ ആണുങ്ങളായും പെണ്ണുങ്ങളായും നാം പടച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു, നിങ്ങളെ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമായി പടച്ചിരിക്കുന്നത് നിങ്ങളെ പരസ്പരം അറിയാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഇന്ന ഗോത്രത്തിന് ഇന്ന ഗോത്രത്തിനേക്കാൾ ശ്രേഷ്ഠത, അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് സ്ഥാനം എന്ന രൂപത്തിലല്ല, മറിച്ച് പരസ്പരം അറിയപ്പെടാൻ വേണ്ടി മാത്രം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് എന്നറിയപ്പെടാൻ വേണ്ടി മാത്രം. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞു തരുന്നു, ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദരണീയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള ആളുകൾ ആരാണോ അവർ മാത്രമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ടാകാൻ നമ്മളും ആഗ്രഹിക്കുന്നുണ്ടാകും. നമുക്കും ആ ഒരു ചിന്ത വന്നിട്ടുണ്ടാകും. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ, അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ് കാര്യം. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഫർളായ കാര്യങ്ങളാണ്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ചില ആളുകളെങ്കിലും അവർ വഞ്ചിതരായിട്ടാണുള്ളത്. സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഫർള് മുടങ്ങുന്ന ഒരവസ്ഥ. ഏത് രൂപത്തിൽ? ഇപ്പോൾ അയാൾ സുന്നത്ത് നോമ്പെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നിസ്കാരം ഒഴിവായി പോകുമെന്ന അവസ്ഥയാണെങ്കിൽ അയാൾ ആ സുന്നത്ത് ഒഴിവാക്കലാണ് അയാൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യം. കാരണം ഫർളായ കാര്യമാണ് അവർക്ക് നിർബന്ധം. സുന്നത്തായ നോമ്പ് അവന് സുന്നത്ത് മാത്രമാണ്. ഈ രൂപത്തിൽ അവന് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ എന്തിനെയാണ് മുന്തിക്കേണ്ടത്? ഫർളായ കാര്യത്തിനാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമ്മഫ്തറൽതുഹു അലൈഹി, ഞാൻ എന്താണോ അവന് നിർബന്ധമാക്കിയ കാര്യം അത് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഒരു അടിമയെ ഇഷ്ടപ്പെടുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാകും. ഉദാഹരണത്തിന് റമദാൻ മാസമായി കഴിഞ്ഞാൽ ചില ആളുകൾ എന്ത് ചെയ്യും? പല പള്ളികളിലും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നോമ്പ് തുറ എന്നുള്ളത്. ആ നോമ്പ് തുറ അത് ഒരുക്കുന്ന വേള കൊണ്ട് അവർക്ക് എന്ത് നഷ്ടപ്പെടുകയാണ്? ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുകയാണ്. ആ ചെയ്യുന്ന കാര്യം എന്താണ്? സുന്നത്തായ കാര്യമാണ്. എന്നാൽ ജമാഅത്തായ നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർളു ഐനാണ്. ഓരോ ആളുകൾക്കും നിർബന്ധമായ ബാധ്യതയാണ്. അത് കോട്ടം വരുന്ന അവസ്ഥ. ഇങ്ങനെ പല ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. 2 പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാകാൻ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ട കാര്യം ഈ രൂപത്തിൽ ഫർളായ കാര്യങ്ങളിൽ വീഴ്ച വരാതെ നമ്മൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ചിന്തിക്കണം സഹോദരങ്ങളെ, എന്താണ് ഫർളായ കാര്യത്തിന്റെ അവസ്ഥ എന്നുള്ളത്. ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ ഞാൻ ഏത് രൂപത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് സ്വന്തത്തോട് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, ഫർളായ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് സാധിക്കും വിധം നമ്മൾ എന്ത് ചെയ്യണം? സുന്നത്തായ പ്രവർത്തികൾ ചെയ്യണം. എത്ര കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറയാം. വളരെ എളുപ്പത്തിൽ, ഒരു മെനക്കേടുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ തഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ. ഈ ഹദീസ് കേൾക്കാത്ത ആളുകൾ വളരെ വിരളം മാത്രമായിരിക്കും. എല്ലാ ആളുകളും കേട്ട ഹദീസായിരിക്കും. അഥവാ 2 വാക്കുകളുണ്ട്. ആ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിന് വളരെ ലഘുവായ വാക്കാണത്. എന്നാൽ ലഘുവായെന്ന് കരുതി മീസാനിൽ നാളെ ഏറ്റവും കനം തൂകുന്ന വാക്കാണത്. എന്താണ് പ്രിയപ്പെട്ടവരെ അത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. എളുപ്പമായ 2 കാര്യം. ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, ഇതാ ഇപ്പോൾ ഈ സമയം വരെയായി. രാവിലെ മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് ഉച്ചവരെ നമുക്ക് ആയുസ് ലഭിച്ചു. എത്ര ആളുകൾ ഇത് അമലാക്കി? എത്ര ആളുകൾ ഈ ഒരു വാക്ക് പറഞ്ഞു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ ചിന്തിക്കുക. ഇങ്ങനെ എത്ര സുന്നത്തുകൾ. എന്താണ് നമുക്ക് ഇതിനുള്ള പണി എന്നുള്ളത്? വുളൂവിന്റെ ആവശ്യമില്ല, പ്രത്യേകം മസ്ജിദിന്റെ ആവശ്യമില്ല, പ്രത്യേകം കിബിലയിലേക്ക് തിരിയേണ്ടതില്ല. നമ്മുടെ നാവുകൾ അത് ചലിപ്പിക്കുക എന്നത് മാത്രമാണ്. പക്ഷെ സഹോദരങ്ങളെ, തൗഫീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്ത് തന്നെയാണ് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇനി സഹോദരങ്ങളെ, മറ്റൊരു കാര്യം, അവസാനത്തെ കാര്യം ഇതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണത് പ്രിയപ്പെട്ടവരെ? ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്.
ചെയ്യുന്ന കാര്യങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആളുകളെ കളിക്കാൻ വേണ്ടി ആകരുത്. സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ആളുകളും നമ്മൾ ഇവിടെ ജനിച്ചു, അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിലായി ജീവിക്കുന്നു എന്നൊരു ചിന്തയല്ല നമുക്ക് വേണ്ടത്. ചില ആളുകൾ അങ്ങനെയാണ്, നമ്മൾ എന്തായാലും ജീവിച്ചു, നമുക്ക് ഇന്ന പാർട്ടിയിൽ ചേരാം, അതങ്ങനെ അങ്ങ് പോകുമല്ലോ, അതല്ലെങ്കിൽ ഇന്ന പാർട്ടിയിൽ ചേരാം, അതുപോലെ ഇസ്ലാമും എന്ന് കരുതരുത്. നമുക്കൊരു ദിവസം വരാനുണ്ട്. തീർച്ചയായും സഹോദരങ്ങളെ, വല്ലാഹി സുമ്മത്തല്ലാ, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നത് പോലെ സത്യമായ കാര്യമാണ് നമ്മൾ മരിക്കുമെന്നുള്ളത്. അത് നിരീശ്വരവാദി ആവട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. ജീവിച്ചവനാണോ നീ മരിക്കുമെന്നുള്ളത് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞാൽ അതുപോലെ സത്യമായ കാര്യമാണ് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്നുള്ളത്. അന്ന് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രതിഫലം ലഭിക്കും. വല്ലാഹി സുമ്മത്തല്ലാ. അന്ന് സഹോദരങ്ങളെ, നമുക്ക് ഉപകാരപ്പെടുക ഇഖ്ലാസോടുകൂടി ചെയ്ത കാര്യം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, അല്ലാഹു അമലുകൾ സ്വീകരിക്കുക ഇഖ്ലാസ് ഉള്ളവരിൽ നിന്ന് മാത്രമാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇഖ്ലാസ് ഉണ്ടാക്കിയെടുക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ബക്കർ അൽ മുസ്നി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ സബഖകും അബൂബക്കറിൻ ബികസ്റതി സൗമിൻ വലാ സലാ. ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു അൻഹു നിങ്ങളിൽ നിന്ന് മുൻകടന്നത്, ഏറ്റവും ശ്രേഷ്ഠനായത് ധാരാളം നിസ്കരിച്ചത് കൊണ്ടോ ധാരാളം നോമ്പ് നോറ്റത് കൊണ്ടോ അല്ല. ഇതിനർത്ഥം അദ്ദേഹം നോമ്പെടുക്കാറില്ല, നിസ്കരിക്കാറില്ല എന്നല്ല. അതറിയിക്കുന്ന സംഭവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സഹാബത്തിനോട് ചോദിച്ചു, ഇന്ന് നോമ്പ് നോറ്റ ആളുകൾ ആരാണുള്ളത്? അബൂബക്കർ സിദ്ദീഖ് കൈ ഉയർത്തി. പിന്നീട് ചോദിക്കുകയാണ്, ഇന്ന് ആരാണ് ജനാസയെ അനുഗമിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ ഉയർത്തി. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്ന് ആരാണ് സ്വതക കൊടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ ഉയർത്തി. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമലുകൾ ചെയ്തത് കൊണ്ട് മാത്രമല്ല, അവിടുന്ന് പറയുകയാണ്, വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി. മറിച്ച് എന്താണ് പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉറച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉറച്ച ഒരു കാര്യമുണ്ട്. എന്താണത്? അൽ ഇഖ്ലാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം അമലുകൾ ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉറച്ച കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ധാരാളം കാട്ടിക്കൂട്ടലുകൾ ചെയ്തത് കൊണ്ട് കാര്യമില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്തത് കൊണ്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് സ്ഥാനം ഉണ്ടാകണോ, നീ ചെയ്ത പ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കണമോ, നീ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. اللهم إنا نسألك الجنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر إخواننا في كل مكان. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.